പ്രിയപ്പെട്ടവരെ, നേച്ചർ സയൻസ് ആൻഡ് മോറിൻ്റെ 84ാമത് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കറിവേപ്പില ഇല്ലാത്ത സാമ്പാറിനെക്കുറിച്ച് ചിന്തിക്കാനാവുമോ? പാചകവുമായി അത്രയേറെ ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു സസ്യമാണ് കറിവേപ്പ്. കാര്യം കഴിഞ്ഞാൽ കറിവേപ്പില പുറത്ത് എന്നൊരു ചൊല്ലു തന്നെയുണ്ട്. മിക്ക വീടുകളിലും വളർത്തുന്നതും സർവ്വസാധാരണവുമായ കറിവേപ്പിലയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നാം ചർച്ച ചെയ്യുന്നത്. മുറയ കുനീഗി എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന കറിവേപ്പ് നാരകത്തിൻ്റെ കുടുംബമായ റൂട്ടേസിയെ സസ്യകുടുംബത്തിലെ ഒരു ചെറു വൃക്ഷമാണ്. 4 മുതൽ 6 മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന കറിവേപ്പിൻ്റെ തടിക്ക് 40 സെൻറ്റിമീറ്റർ വരെ വണ്ണം ഉണ്ടായിരിക്കും. ഉഷ്ണമേഖലയിലും ഉപോഷ്ണമേഖലയിലും വളരുന്ന ഈ ചെറുവൃക്ഷത്തിൻ്റെ ജന്മദേശം ഏഷ്യയാണ്. സസ്യത്തിൻ്റെ മറ്റൊരു പേരാണ് സ്വീറ്റ് നീം. ഇവിടെ നീമുമായി കറിവേപ്പിന് ഒരു ബന്ധവുമില്ല. നീം തികച്ചും വ്യത്യസ്തമായ മറ്റൊരു സസ്യകുടുംബത്തിലെ അംഗമാണ്. ഭാരതത്തിൽ വ്യാപകമായി വളർത്തുന്നതും ഉപയോഗിക്കുന്നതുമായ കറിവേപ്പില ഇന്ത്യയിലെ മിക്ക സ്ഥലങ്ങളിലും പാചകങ്ങളിൽ ഉപയോഗിക്കുന്ന സുഗന്ധ വ്യഞ്ജനമാണ്. ഇല ആഹാരത്തിന് രുചി വർദ്ധിപ്പിക്കുന്നതിനായി ഉപയോഗിക്കുന്നു. ശാസ്ത്രഭാഷയിൽ പിന്നേറ്റ്ലി കോമ്പൗണ്ടായതും സുഗന്ധമുള്ളതുമായ ഇലകളിൽ 11 മുതൽ 21 വരെ ചെറിയ ഇലകൾ കാണാൻ സാധിക്കും. ഓരോ ചെറിയ ഇലയ്ക്കും 2 മുതൽ 4 സെൻറ്റിമീറ്റർ വരെ നീളവും 2 സെൻറ്റിമീറ്റർ വീതിയും ഉണ്ടായിരിക്കും. ആഹാരത്തിൻ്റെ സ്വാദ്, സുഗന്ധം എന്നിവ വർദ്ധിപ്പിക്കുന്നതിന് മാത്രമാണ് കറിവേപ്പില ആഹാരത്തിൽ ചേർത്ത് തുടങ്ങിയത്. മധ്യകേരളത്തിലെ ചില സ്ഥലങ്ങളിൽ കരുവേപ്പ് എന്നും വിളിക്കുന്നു. മുറായ എന്ന ജനറ്റിക് നാമധേയം ജൊഹാൻ ആൻഡ്രിയാസ് മുറായയുടെ പേരിൽ നിന്നുമാണ് വന്നത്. ഇദ്ദേഹം ജർമ്മനിയിലെ ഗോട്ടിൻജൻ സർവകലാശാലയിലെ വൈദ്യശാസ്ത്ര പ്രൊഫസർ ആയിരുന്നു. കൊനീഗി എന്ന സ്പീഷീസ് നാമധേയം ജൊഹാൻ ഗെർഹാർഡ് കൊനീഗിയുടെ ബഹുമാനാർത്ഥം നൽകപ്പെട്ടതാണ്. സമുദ്രനിരപ്പിൽ നിന്നും 1000 മീറ്റർ ഉയരത്തിലുള്ള പ്രദേശങ്ങളിലും കൃഷി ചെയ്തു വരുന്ന ഈ സസ്യത്തിൻ്റെ വേരിൽ നിന്നും മുളച്ചു വരുന്ന സസ്യങ്ങളാണ് നടാനായി ഉപയോഗിക്കുന്നത്. വിത്ത് മുളപ്പിച്ചും തൈകൾ ഉണ്ടാക്കാം. വിത്തുകൾ പാകുന്നതിന് മുമ്പ് വിത്തിൻ്റെ പുറത്തെ തൊലി നീക്കം ചെയ്യേണ്ടതുണ്ട്. ചിലയിടങ്ങളിൽ കാണ്ഡം മുറിച്ചു നട്ടും പുതിയ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നു. വെള്ളവും സൂര്യപ്രകാശവും ലഭിക്കുന്ന ഇടങ്ങളിൽ ഇവ നന്നായി വളരും. സസ്യത്തിൻ്റെ തടിക്ക് കറുപ്പ് നിറമാണ്. നീർവാഴ്ചയുള്ള മണ്ണ് സസ്യവളർച്ചയ്ക്ക് അഭികാമ്യമാണ്. കറി എന്ന വാക്ക് തമിഴിലെ കറുപ്പുള്ള എന്നർത്ഥം വരുന്ന കരി എന്ന വാക്കിൽ നിന്നും കടമെടുത്തതാണ്. CE 1-ാം നൂറ്റാണ്ടിലെയും 4-ാം നൂറ്റാണ്ടിലെയും തമിഴ് സാഹിത്യകൃതികളിൽ കറിവേപ്പിലയെക്കുറിച്ച് പരാമർശിക്കുന്നു. ബ്രിട്ടനും പുരാതന തമിഴ് പ്രദേശങ്ങളുമായി വ്യാപാര കൈമാറ്റങ്ങൾ ഉണ്ടായിരുന്നു. 16-ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലഘട്ടത്തിലാണ് ഇംഗ്ലണ്ടിൽ കറിവേപ്പ് എത്തിപ്പെട്ടത് എന്ന് കരുതപ്പെടുന്നു. സസ്യത്തിൽ ചെറുതും വെളുത്തതുമായ പൂക്കൾ കുലകളായി കാണപ്പെടുന്നു. അവയ്ക്ക് സ്വയം പരാഗണം നടത്താൻ സാധിക്കുന്നു. പരാഗണം വഴി ഉണ്ടാകുന്ന കായ്കൾക്ക് പച്ച നിറമാണ്. പാകമാകുമ്പോൾ കായ്കൾ കറുപ്പ് നിറമായി തീരും. പൂക്കൾക്ക് സുഗന്ധമുണ്ട്. പഴുത്ത കായ്കളുടെ മാംസളമായ ഭാഗം ഭക്ഷ്യയോഗ്യമാണ്. ഇവയ്ക്ക് മധുരമുണ്ട്. എന്നാൽ വിത്തുകൾ ടോക്സിക് ആയതിനാൽ ഭക്ഷ്യയോഗ്യമല്ല.
ഇന്ത്യൻ ഉപഭൂഖണ്ഡ സ്വദേശിയായ കറിവേപ്പ് വാണിജ്യാടിസ്ഥാനത്തിൽ തോട്ടങ്ങളായി ഇന്ത്യ, ഓസ്ട്രേലിയ, തെക്കൻ സ്പെയിൻ എന്നിവിടങ്ങളിൽ കൃഷി ചെയ്യുന്നു. ഹിന്ദിയിൽ കരിയാപ്പത്ത, പഞ്ചാബിയിൽ കരിപ്പറ്റി, ആസാമി ഭാഷയിൽ നരഹിംഗർ, നേപ്പാളിൽ കരിപ്പറ്റ്കോ, കന്നഡയിൽ കരിവേവിന, തമിഴിൽ കരിവേപ്പിലൈ, തെലുങ്കിൽ കരിവെപ്പാക്കൂ എന്നീ പേരുകളിലെല്ലാം അറിയപ്പെടുന്നത് മലയാളിയുടെ കറിവേപ്പില തന്നെ. തണ്ടിൽ നിന്നും ഇരുവശങ്ങളിലേക്കും നിരനിരയായി കാണപ്പെടുന്ന ഇലകൾക്ക് സുഗന്ധവും നേരിയ തോതിൽ കയ്പുമുണ്ട്. തോരൻ, വട, രസം, സാമ്പാർ തുടങ്ങിയ വിഭവങ്ങളിലെല്ലാം ഇലകൾ ഉപയോഗിക്കുന്നു. കറിവേപ്പിലയിലെ ബാഷ്പശീലമുള്ള തൈലമാണ് ഇലകൾക്ക് രുചിപ്രധാനമായ മണം നൽകുന്നത്. ഈ ഓയിൽ വേർതിരിച്ചെടുത്ത് സോപ്പ് നിർമ്മാണത്തിൽ സുഗന്ധത്തിനായി ഉപയോഗിക്കുന്നു. ഇലയിലും കാണ്ഡത്തിലും തൊലിയിലും വിത്തിലും സിന്നമാൽഡിഹൈഡ് എന്ന രാസഘടകം അടങ്ങിയിട്ടുണ്ട്. കൂടാതെ ധാരാളം കാർബോസോൾ ആൽക്കലോയിഡായ ഗിരിനിംബൈൻ, മഹാനിംബൈൻ, മഹാനൈൻ എന്നീ ഘടകങ്ങളും അടങ്ങിയിട്ടുണ്ട്. ഇലകൾ പോഷകസമൃദ്ധമാണ്. കരോട്ടനോയിഡ്സ്, ബീറ്റാ കരോട്ടീൻ, കാൽസ്യം, അയൺ എന്നിവയുടെ കലവറയാണ് ഇലകൾ. കൂടാതെ ആൻറ്റി ഓക്സിഡൻസ്, വൈറ്റമിൻ എ, ബി, സി, ഇ എന്നീ ഘടകങ്ങളും അടങ്ങിയിട്ടുണ്ട്. ദഹനശക്തി വർദ്ധിപ്പിക്കുന്നതിനും മുടിയുടെ ആരോഗ്യത്തിനും ബ്ലഡ് ഷുഗർ നിയന്ത്രിക്കുന്നതിനും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിനും കറിവേപ്പിലയുടെ ഉപയോഗം സഹായകമാണ്. വൈറ്റമിൻ എ ധാരാളമുള്ളതിനാൽ നേത്രരോഗങ്ങൾ ശമിപ്പിക്കാൻ ഉത്തമം. എണ്ണ കാച്ചി തലയിൽ തേക്കാനും തൊലിപ്പുറത്തുണ്ടാകുന്ന വ്രണങ്ങൾക്കും വയർ സംബന്ധമായ അസുഖങ്ങൾക്കും കറിവേപ്പില ഉപയോഗിക്കുന്നു. ആയുർവേദ പ്രകാരം ഉഷ്ണ സ്വഭാവമുള്ള ഇലയാണ് കറിവേപ്പില. കറിവേപ്പിലയിട്ട് തിളപ്പിച്ച വെള്ളം വെറും വയറ്റിൽ കഴിക്കുന്നത് ദഹനത്തിനും ഉപാപചയ പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും ശരീരഭാരം കുറയ്ക്കുന്നതിനും നല്ലതാണ് എന്ന് ഈ രംഗത്തെ വിദഗ്ധർ പറയുന്നു. ഇലയിൽ അടങ്ങിയിട്ടുള്ള ആൽക്കലോയിഡുകൾ BP കുറയ്ക്കാൻ ഉത്തമമാണ് എന്ന് പറയപ്പെടുന്നു. എങ്കിലും അമിതമായി ഇലകൾ ഭക്ഷിക്കുന്നത് വായു സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ കാരണമാകാം. അപൂർവം ചിലരിൽ കറിവേപ്പില അലർജി ഉണ്ടാക്കാൻ കാരണമായിത്തീരുന്നു. നാരകക്കാളി ശലഭം അഥവാ കോമൺ മൊർമോൺ ഇലകളിൽ മുട്ടകളിടുന്നു. ഇവയും അഫിഡുകളും കറിവേപ്പിൻ്റെ ശത്രുക്കളാണ്. തേയിലക്കൊതുകിൻ്റെ ശല്യവും കണ്ടുവരുന്നു. ഫലപ്രദമായ ബയോപെസ്റ്റിസൈഡ്സ് ഉപയോഗിച്ച് ഇവയെ നിയന്ത്രിക്കാം. നഴ്സറികളിൽ ഹൈബ്രിഡ് കറിവേപ്പ് തൈകൾ ലഭ്യമാണ്. എങ്കിലും നാടൻ ഇനങ്ങൾക്കാണ് രുചിയും സുഗന്ധവും കൂടുതൽ. കറിവേപ്പ് ഇല്ലാത്ത വീടുകൾ വളരെ കുറവായിരിക്കും. ഇല്ലെങ്കിൽ ഒരു കറിവേപ്പ് നട്ടുവളർത്തൂ, ആഹാരം രുചിയോടെ കഴിക്കൂ. വീഡിയോ ആസ്വദിക്കൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. മറ്റൊരു സസ്യത്തിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി.